ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഈ നാഗവല്ലിയപ്പൂല മുടിയൊക്കെ അഴിച്ചിട്ടേക്കുന്ന എന്താണെന്നല്ലേ, നമ്മൾ ചെറുതായിട്ട് നമ്മൾ മുടി ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ നമ്മുടെ മുടിയുടെ ചിടക്കൊക്കെ ഒന്ന് എടുക്കണം. ചിടക്കെന്നാണോ പറയൽ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ചിടക്കെന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ കളർ വേണ്ടത് നല്ല ബ്രൗൺ കളറാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കലുണ്ട്, ഇത് ശരിക്കും കളർ ചെയ്തതാണെന്ന്. ഒരിക്കലും അല്ല, ഇതെൻ്റെ ജനറ്റിക്കലി കിട്ടിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ വീട്ടുകാർക്കെല്ലാം ഇതേ കളർ തന്നെയാണ്. പൂച്ചപ്പൂട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ ആദ്യമേ നമ്മുടെ ബ്യൂട്ടീഷ്യൻ താത്താണ് നമുക്ക് മുടിയൊക്കെ വെട്ടി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സോടൊന്നും അല്ല നമ്മൾ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വേറെ ആൾക്ക് കൊടുക്കാനും കൂടെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വെട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിത് എന്തിനാണ് വെട്ടുന്നതെന്ന് അറിയാവോ? നമ്മുടെ ചിലവന്മാർ വാസം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. വഴിയിൽ കൂടെ പോയ അവന്മാർ എൻ്റെ തലമുടി അന്വേഷിച്ച് വന്ന് കയറും. അതുപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തതാണ് നമ്മുടെ താത്ത വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ കുട്ടപ്പായുടെ ദേഹത്തിന് 2-3 കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇത്രയും വെട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ വെട്ടൂല. അപ്പം അവൻ കിടന്ന് കരയത്തല്ലേ ഉള്ളൂ, ചെവിയിലൊക്കെ കയറി നമ്മൾ അറിയത്ത് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് വെട്ടിയിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഇതുപോലെ നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഇതുപോലെ പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അന്നും വെട്ടിയത്. അന്ന് മരുന്നൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മുടിയല്ലേ ഗൈസ്, അപ്പോൾ അങ്ങ് വളർന്നോളൂ അല്ലേ. അപ്പം നമ്മൾ ഉമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് ലെയറാക്കാം, നിനക്ക് അമർത്തിയിട്ട ലെയറൊക്കെ ആവുമെന്നാണ് താത്ത പറയുന്നത്. അപ്പോൾ താത്ത അതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്തുവാണോ എന്തോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.